സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഓണമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞല്ലോ. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നേരത്തെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ക്ലാസ് കാണാന്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിലെ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സേഴ്സ്, ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും, അതുവരെ അന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും, പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സേഴ്സ്. അത് പട്ടികപ്പെടുത്താൻ ഒരു അസൈൻമെന്റ് ഒക്കെ ടീച്ചർ തന്നായിരുന്നു. ഇനിയും ഈ മിക്സേഴ്സിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഘടകങ്ങളെ എങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്നാണ് ഈ ക്ലാസ്സിൽ ടീച്ചർ പറയാൻ പോകുന്നത്. സെപ്പറേറ്റിംഗ് ദി കമ്പോണൻസ് ഓഫ് മിക്സേഴ്സ്. മിക്സറിൽ നിന്ന് എങ്ങനെ അതിന്റെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കും. എളുപ്പമാണ് പഠിക്കാൻ. ഒരു 4-5 പ്രോസസ്സേ ഉള്ളൂ പഠിക്കാൻ. അത് പലതും നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്നത് തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. അടുക്കളയിൽ അമ്മ ചായ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ചായ ഇടും അല്ലെ? അപ്പൊ ആ ചായ ചണ്ടിയിൽ നിന്ന് ചായ എങ്ങനെയാണ് അമ്മ വേർതിരിക്കുന്നേ? നിങ്ങൾക്കറിയാം, ഫിൽറ്റർ ചെയ്താണ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ചായപ്പൊടിയിൽ നിന്ന് ചായ വേർതിരിക്കാൻ മാത്രമല്ല ഈ ഫിൽട്രേഷൻ. അരിപ്പൊടി, ഇങ്ങനെയുള്ള പൊടികളൊക്കെ കാണാം അമ്മ അരിപ്പയിലൂടെ ഇടയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ഏത് മെത്തേഡാണ് കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അറിയാമോ? ഒരെണ്ണത്തിന് വലിയ സൈസും ഒരെണ്ണത്തിന് ചെറിയ സൈസും ആയിരിക്കും. അപ്പോൾ ഈ ഫിൽട്രേഷൻ നടത്തുന്ന ഉടനെ ചെറിയ സൈസിലുള്ളതെല്ലാം താഴോട്ട് പോകും, വലിയ സൈസിലുള്ളതെല്ലാം അതിൽ കിടക്കും. നമ്മൾ എപ്പോഴും അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ് ഈ മെത്തേഡ്. അതാണ് ഫിൽട്രേഷൻ. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. ഫിൽട്രേഷന് സൈസിൽ വ്യത്യാസമുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം, ഈ അരിക്കകത്തൊക്കെ പൊടി ഉണ്ടെങ്കിൽ അമ്മ എന്തോ ചെയ്യുന്നേ? ഇതിലൊക്കെ നെല്ലൊക്കെ നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൻപുറങ്ങളിലൊന്നുമില്ല. നെല്ലൊക്കെ ഇങ്ങനെ മെതിച്ചു കഴിഞ്ഞിട്ട് കൂട്ടിയിടുമ്പോൾ അതിനകത്തെ പൊടിയും കച്ചിയുടെ പൊടിയും ഒക്കെ കളയാൻ വേണ്ടി അത് പാറ്റും വിന്നോയിങ് എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിന് മാസ് കൂടുതലും അടുത്തതിന് മാസ് കുറവുമായിരിക്കും. അപ്പോൾ വിന്നോയിങ് പാറ്റുന്ന സമയത്ത് എന്തോ പറ്റും? ഈ ഭാരം കുറഞ്ഞതെല്ലാം അതിൽ നിന്നും പറന്നു പോകും. ഒന്നിന് മാസ് കൂടുതലും അടുത്തതിന് മാസ് കുറവുമായിരിക്കും. അപ്പൊ ഈ മെത്തേഡും ഉപയോഗിക്കുന്നത് ഉണ്ട്. ഇനി അതുകൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മള് സോൾട്ട് ഉണ്ടാക്കുന്നത്, ഉപ്പുണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടോ എല്ലാവരും? നമ്മൾ പറയും കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത് എന്ന് പറയും. അപ്പൊ സീ വാട്ടറിനകത്ത് സോൾട്ട് ഉണ്ട്. അവിടെ ചെയ്യുന്നത് നമ്മള് ഈ സീ വാട്ടറിനെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യിക്കുകയാണ്. ഇവാപ്പറേഷൻ, ബാഷ്പീകരണം നടത്തും. അപ്പൊ ബാഷ്പീകരണം നടത്തുമ്പോൾ എന്തോ സംഭവിക്കും? അതിനകത്തെ ഏതെങ്കിലും ഒരു ഘടകത്തിന് വോളറ്റൈൽ പ്രോപ്പർട്ടി കാണും, അതായത് പെട്ടെന്ന് ബാഷ്പമാകുന്ന സ്വഭാവം കാണും. മറ്റേ ഘടകത്തിന് ആ ടെമ്പറേച്ചറിൽ, ആ ഊഷ്മാവിൽ അത് ബാഷ്പീകരണം നടക്കത്തില്ല. അപ്പോൾ സോൾട്ട് വാട്ടർ എന്താ ചെയ്യുന്നേ? അത് ചൂടാക്കുന്ന ഉടനെ അതിനകത്തെ വെള്ളം വേപ്പർ ആയിട്ട് അങ്ങ് പോകും, സോൾട്ട് അവിടെ അടിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രോസസ്സ് പറഞ്ഞു? ഇവാപ്പറേഷൻ പറഞ്ഞു, ഫിൽട്രേഷൻ പറഞ്ഞു, വിന്നോയിങ് പറഞ്ഞു. അപ്പൊ ഈ ഫിൽട്രേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരെണ്ണത്തിന് വോളറ്റൈൽ പ്രോപ്പർട്ടി, ഒരു കമ്പോണന്റിന് വോളറ്റൈൽ പ്രോപ്പർട്ടി ഉണ്ട്, മറ്റേ കമ്പോണന്റ് ആ ടെമ്പറേച്ചറിൽ വെച്ച് ബാഷ്പമാകത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വെള്ളം തിളയ്ക്കുന്നത് നിങ്ങൾക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും വെള്ളം തിളച്ചങ്ങ് പോകും. ആ ഊഷ്മാവില് സോൾട്ട് വോളറ്റൈൽ പ്രോപ്പർട്ടി കാണിക്കത്തില്ല, ബാഷ്പമാകത്തില്ല. ഇനിയും ശ്രദ്ധിച്ച മക്കളെ, അപ്പോൾ നമുക്ക് അവിടെ വെള്ളത്തെ ശേഖരിക്കാൻ പറ്റത്തില്ലല്ലോ. വാട്ടറിനെ നമുക്ക് ഒരിക്കലും ശേഖരിക്കാൻ പറ്റത്തില്ല, അത് വേപ്പർ ആയിട്ടങ്ങ് പോകും. ഈ വാട്ടറിനെ നമ്മൾ ശേഖരിക്കണമെങ്കിൽ എന്തോ ചെയ്യും? 2 ഘടകങ്ങളും നമുക്ക് കിട്ടണം. വാട്ടറും കിട്ടണം, സോൾട്ടും കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ വേറൊരു പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അതിന് ഡിസ്റ്റിലേഷൻ എന്നാണ് പറയുന്നത്. ഡിസ്റ്റിലേഷൻ. ഈ ഡിസ്റ്റിലേഷന് അല്ലെങ്കിൽ അതിന് സ്വേദന പ്രക്രിയ എന്നാണ് പറയുന്നത്. സ്വേദനം. ഇതിനുപയോഗിക്കുന്ന ഉപകരണമാണ്, ഡിവൈസാണ് ഈ ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇവിടെ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഉണ്ട്, ചുവടുരുണ്ട ഒരു ഫ്ലാസ്ക് ഉണ്ട്. ഈ ഫ്ലാസ്കിനകത്താണ് നമ്മൾ സോൾട്ട് വാട്ടർ എടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ചൂടാക്കുകയാണ്. മുകളിൽ തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ഇതിലെ വാട്ടർ വേപ്പർ ആകും. ഈ വേപ്പർ ഈ ട്യൂബിൽ കൂടെ വരും. ഇവിടെ ഒരു കണ്ടൻസർ ഉണ്ട്. കണ്ടൻസറിന്റെ ജോലി ഇതിലൂടെ വരുന്ന വേപ്പറിനെ തണുപ്പിക്കുക. അപ്പോൾ വേപ്പറിനെ തണുക്കുമ്പോൾ വീണ്ടും അത് ലിക്വിഡായിട്ട് ഈ ഫ്ലാസ്കില് ശേഖരിക്കും. ഇതാണ് ഡിസ്റ്റിലേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് സോൾട്ടും കിട്ടും, ഇവിടെ നമുക്ക് വാട്ടറും കിട്ടും.
അപ്പോൾ നമുക്ക് ഡിസ്റ്റിലേഷൻ ഡയഗ്രാം എല്ലാവരും കണ്ടല്ലോ, ഡിവൈസ് കണ്ടല്ലോ. പേജ് നമ്പർ 61 എടുത്തേ. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ എഴുതാന്. നമ്മൾ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്കിൽ സോൾട്ട് വാട്ടർ ആണല്ലോ എടുക്കുന്നത്. കമ്പോണൻസ് എന്തൊക്കെയാ? സോൾട്ടും വാട്ടറും. വിച്ച് കമ്പോണന്റ് ഇവാപറേറ്റ്? അതിൽ ഏത് കമ്പോണന്റ് ആണ് ഇവാപറേറ്റ് ചെയ്യുന്നത്? വാട്ടർ. വിച്ച് കമ്പോണന്റ് വിൽ റിമെയിൻ ഇൻ ദ ഫ്ലാസ്ക്? സോൾട്ട്. വാട്ട് ഈസ് ദ റീസൺ സോൾട്ട് ഡസ് നോട്ട് വോളറ്റൈൽ അണ്ടർ ദ സെയിം കണ്ടീഷൻ? എഴുതണം. സോൾട്ട് 100 ഡിഗ്രി സെൽഷ്യസില് ബാഷ്പീകരിക്കത്തില്ല, അതുകൊണ്ട് അത് ആ ടെസ്റ്റ് ട്യൂബിൽ തന്നെ റിമെയിൻ ചെയ്യും. What happens to the water vapor when it passes through the condenser? കണ്ടൻസറിലൂടെ കടന്നു പോകുമ്പോൾ വാട്ടർ വേപ്പർ എന്തോ പറ്റും? വാട്ടർ വേപ്പർ ചേഞ്ച് ഇൻടു വാട്ടർ. അത് ജലമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി എപ്പോഴാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നതെന്നാണ് ടീച്ചർ പറയാൻ പോകുന്നത്. When one component of the mixture is volatile and the other component do not volatile under the same condition, they can be separated by distillation. ഒരു ഘടകം പെട്ടെന്ന് ബാഷ്പീകരിക്കുകയും മറ്റേ ഘടകം അതേ ടെമ്പറേച്ചറിൽ അതേ ഊഷ്മാവിൽ ബാഷ്പീകരിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡിസ്റ്റിൽഡ് വാട്ടർ എങ്ങനെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത്? നമുക്ക് കിണറ്റിൽ നിന്നും പൈപ്പിൽ നിന്നും കിട്ടുന്ന വെള്ളമൊന്നും പ്യുവർ അല്ല, അതിനകത്ത് ഒത്തിരി മിനറൽസ് ലയിച്ചു ചേർന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ മിനറൽസിൽ നിന്നും ഈ വെള്ളത്തെ മാറ്റാന് ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ് ആണ് നടത്തുന്നത്. ഇങ്ങനെ കിട്ടുന്ന വാട്ടറിനാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇതാണ് വാഹനങ്ങളിലൊക്കെ ബാറ്ററിയിൽ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളമൊന്നും അല്ല അതിൽ ഒഴിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. അതാണ് വാഹനങ്ങളില് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹോസ്പിറ്റലുകളിലെ ആശുപത്രികളിലെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഉപയോഗിക്കുന്നതും ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. അതിനകത്ത് മറ്റു മിനറൽസ് ഒന്നും ലയിക്കത്തില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ചോദ്യമാണത്. ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ യൂസസ്, യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ഇൻ ബാറ്ററി. അടുത്ത പ്രോസസ്സിലോട്ട് നമുക്ക് പോകാം. നിങ്ങളുടെ കയ്യിൽ കുറെ മുട്ടുസൂചിയുണ്ട്, പേപ്പർ പിന്നുണ്ട്. ഇത് കയ്യിൽ നിന്ന് തെറിച്ച് മണലിനകത്ത് വീണു, മുറ്റത്ത് വീണു. നിങ്ങൾ അത് എങ്ങനെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യും? പറക്കിയെടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാം, നല്ല ബുദ്ധിയുള്ളവരാണ് നിങ്ങള്. കയ്യിലൊരു മാഗ്നറ്റ് മതി. ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ മുട്ടുസൂചിയെ ഈ മണലിനകത്തൊന്ന് പറക്കിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് അയൺ പൗഡറും കുറച്ച് അലൂമിനിയം പൗഡറിന്റെ ഒരു മിക്സർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലൂമിനിയം പൗഡർ, ഇരുമ്പിന്റെ അലൂമിനിയത്തിന്റെ പൊടിയുടെ ഒരു മിശ്രിതം നിങ്ങളുടെ കയ്യിൽ തന്നേക്കുക. നമുക്കത് വേർതിരിച്ചെടുക്കണം. എന്ത് ചെയ്യും? നിങ്ങള് ഒരു മാഗ്നറ്റിന്റെ പീസ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ടൊന്ന് ഉരുട്ടിയാൽ മതി. അയണിന്റെ പൗഡർ എല്ലാം ഈ മാഗ്നറ്റിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഈ മുറ്റത്ത് കിടക്കുന്ന പാറപ്പൊടിയിൽ നിന്നൊക്കെ അയൺ പൗഡർ ശേഖരിക്കാൻ വളരെ എളുപ്പമാണ്. കയ്യിലൊരു മാഗ്നറ്റിന്റെ ഒരു കാന്തത്തിന്റെ മുറി കിട്ടിയാൽ മതി. അതിനകത്തൊട്ടൊന്ന് ഉരുട്ടി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിറച്ച് പൗഡർ പറ്റിയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാ അലുമിനിയം പൗഡർ ഇതിൽ പറ്റാഞ്ഞേ? ഇവിടെ അയണിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, കാന്തിക സ്വഭാവമുണ്ട്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു ഘടകമുള്ള മിക്സറിൽ നിന്ന് അതിനെ മാറ്റാൻ നമുക്ക് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. കാന്തം ഉപയോഗിച്ച് വേർതിരിക്കുക, അതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. അയണ്, കൊബാൾട്ട്, നിക്കൽ, അങ്ങനെ ചുരുക്കം ചില വസ്തുക്കൾക്ക് മാത്രമേ ഈ കാന്തിക സ്വഭാവം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളൂ. അങ്ങനെയുള്ളതിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവാപറേഷൻ പറഞ്ഞു, ഫിൽട്രേഷൻ പറഞ്ഞു, വിനോവിംഗ് പറഞ്ഞു, മാഗ്നറ്റിക് സെപ്പറേഷൻ പറഞ്ഞു, ഡിസ്റ്റിലേഷൻ പറഞ്ഞു, ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഉപയോഗവും പറഞ്ഞു. ഇനി ഈ ഡിസ്റ്റിലേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അല്പം മുൻപ് പറഞ്ഞു, അതിന്റെ വോളറ്റൈൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റില് നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അസറ്റോണിന്റെയും വാട്ടറിന്റെയും മിക്സർ, പേജ് നമ്പർ 62 ഡിസ്റ്റിലേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് മിക്സർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് അസറ്റോൺ ഈസ് 56 ഡിഗ്രി സെൽഷ്യസ്. ബോയിലിംഗ് പോയിന്റിൽ നല്ല വ്യത്യാസമാണ്. അപ്പോഴവിടെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത ഒത്തിരി വസ്തുക്കളുണ്ട്. അവയുടെ മിക്സർ ഉണ്ട്, എഥനോൾ ആൻഡ് മെഥനോൾ, അതിന്റെ മിക്സർ. അത് കൂടാതെ നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ, നിങ്ങൾക്കറിയാം പെട്രോളിയം, ക്രൂഡ് ഓയിൽ, പെട്രോളിയം,
അതിനകത്ത് ഒത്തിരിയും കമ്പോണൻസ് ഉണ്ട്. എക്സാമ്പിള് ഡീസല്, പെട്രോള്, നാഫ്ത, കെറോസിന്, ഈ പാരഫിൻ വാക്സ്, ഇതെല്ലാം അതിന്റെ ഘടകങ്ങളാണ്. ഇതിനെല്ലാം വേർതിരിച്ചെടുക്കാൻ വേറൊരു പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ അല്ല, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. മലയാളത്തിൽ അംശിക സ്വേദനം എന്ന് പറയും. Fractional distillation. If the boiling points of components have a very small difference, fractional distillation is to be used to separate them. Examples ശ്രദ്ധിച്ചോണ്. ethanol and methanol. എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 78 ഡിഗ്രി സെൽഷ്യസ്, 78. മെഥനോളിന്റെ 65 ഡിഗ്രി സെൽഷ്യസ്. വലിയ ഡിഫറൻസ് ഇല്ല. ഇവയെ വേർതിരിക്കാൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. അല്പം മുൻപ് നമ്മൾ ഡിസ്റ്റിലേഷന്റെ ഡിവൈസ് കണ്ടതുപോലെ തന്നെയാണ് ഇതും. നോക്കുക, ഇവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്. അതാണ് ഇവിടുത്തെ വ്യത്യാസം, ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഇവിടെ അതുപോലെ തന്നെ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക്, ഇത് നമ്മൾ ചൂടാക്കുന്നു. ഓരോ ഘടകത്തിന്റെയും ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ ആ ഘടകം മാത്രം വേപ്പർ ആകും. അതിനെ കളക്ട് ചെയ്ത് തണുപ്പിച്ച്, അതുകൊണ്ട് ഇവിടെ കണ്ടൻസർ തന്നെയുണ്ട്, കണ്ടൻസറിലൂടെ കടത്തിവിട്ട് തണുപ്പിച്ച് ഓരോ ഘടകങ്ങളും വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അടുത്ത ടീച്ചർ പറയാൻ പോകുന്നത് സബ്ലിമേഷൻ. കേട്ടിട്ടുണ്ടല്ലോ, ഉത്പതനം. എന്തായിരുന്നു അത്? നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാ. സോളിഡിനെ ചേഞ്ച് ചെയ്ത് ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ ചേഞ്ച് ചെയ്ത് ചൂടാക്കി ഗ്യാസ് ആക്കാം. പക്ഷെ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു ഡയറക്റ്റ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് ആവാതെ ഗ്യാസ് ആകുന്നത്. അതാണ് സബ്ലിമേഷൻ. അപ്പൊ ഈ സബ്ലിമേഷൻ സ്വഭാവം, ഉത്പതനം മലയാളത്തില്, ഈ സ്വഭാവമുള്ള ഒരു വസ്തു അതിന്റെ കൂടെ വേറൊരു ഘടകം കൂടെ കിട്ടിയാലോ, അതിന്റെ ഒരു മിക്സറാ കിട്ടുന്നതെങ്കിലോ, നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്ത് ചൂടാക്കുന്ന ഉടനെ എന്താ പറ്റും? ഈ സബ്ലിമേഷൻ ഉള്ള ആ വസ്തു, എക്സാമ്പിള് കാംഫർ, പിന്നെ അമോണിയം ക്ലോറൈഡ്, നാഫ്തലീൻ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആയിരുന്നു. അത് പെട്ടെന്ന് അങ്ങ് വേപ്പർ ആകും. ആ വേപ്പറിനെ കളക്ട് ചെയ്ത് തണുപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കിട്ടും, മറ്റേ ഘടകവും കിട്ടും. അപ്പൊ സബ്ലിമേഷൻ ഉപയോഗിച്ചും നമുക്ക് മിക്സറിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാം. എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തോണം. ഒരു കമ്പോണന്റിന് സബ്ലിമേഷന്റെ പ്രോപ്പർട്ടി കാണണം. ഇനി അടുത്തത് ടീച്ചർ പറയാൻ പോകുന്നത് സെൻട്രിഫിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സെൻട്രിഫിഗേഷൻ അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് ലാബിലൊക്കെ ലബോറട്ടറിയിലൊക്കെ ചെയ്യാനുണ്ട്. ഘടക പദാർത്ഥങ്ങളിൽ ഒന്നിന് മാസ് കൂടുതലും മറ്റൊന്നിന് മാസ് കുറവാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ചോക്ക് പൊടി ഇടുന്നു, എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു. അപ്പൊ ചോക്ക് പൊടിയുടെയും വെള്ളത്തിന്റെ ഒരു മിക്സർ നമുക്ക് കിട്ടും. അതിൽ നമുക്കിത് വേർതിരിച്ചെടുക്കണം, ചോക്ക് പൊടിയെ വേർതിരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ സെൻട്രിഫിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അതിനൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇതിന് 2 ടെസ്റ്റ് ട്യൂബ് വെക്കുന്ന സ്റ്റാൻഡാണിത്. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിനകത്താണ് നമ്മൾ മിക്സർ എടുക്കുന്നത്. അത് ഒന്ന് വെള്ളവും ഒന്ന് ലയിച്ചു ചേരാത്ത ഒരു മെറ്റീരിയലും ആയിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ വേഗത്തിൽ, ഇവിടെ ഒരു ഹാൻഡ് പമ്പ് ഉണ്ട്. ഈ ഹാൻഡ് പമ്പ് കൊണ്ട് കറക്കുന്ന ഉടനെ ഇത് കറങ്ങി ഈ സോൾട്ട് ലിക്വിഡിൽ നിന്ന് അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് വേർതിരിയും. ഇപ്പൊ ഇങ്ങനെ കറങ്ങുന്ന ഉടനെ ഭാരം കുറഞ്ഞത് സെന്ററിൽ വരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ട്, തൈരൊക്കെ മോരൊക്കെ അമ്മ കടഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭാരം കുറഞ്ഞത് സെന്ററിൽ വരും, ഭാരം കൂടിയത്, മാസ് കൂടിയത് 2 സൈഡിലും ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ചരിച്ച് അതിൽ നിന്ന് വെള്ളം ഒഴിച്ച് മാറ്റിയെടുത്താൽ മതി. സെൻട്രിഫിഗേഷൻ is the method used for separating butter from curd. തൈരിൽ നിന്ന്, മോരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഈ പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പ്രോസസ്സിലോട്ട് നമ്മൾ വരികയാണ്. മിക്സർ ഓഫ് കെറോസിൻ ആൻഡ് വാട്ടർ. ഇത് രണ്ടും ഇമ്മസിബിൾ ലിക്വിഡ് ആണ്. നിങ്ങളൊരു ബോട്ടിൽ എടുക്കുക, നിങ്ങൾ തന്നെ ചെയ്യണം ഇത് വീട്ടില്. ഒരു ബോട്ടിൽ എടുക്കുക, അതിനകത്തോട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് മണ്ണെണ്ണ കെറോസിൻ ഒഴിക്കുക. എന്നിട്ട് നിങ്ങൾ ഷെയ്ക്ക് ചെയ്താലും മണ്ണെണ്ണ മുകളിലും കിടക്കും, വെള്ളം താഴെയും. കെറോസിൻ മുകളിലായിരിക്കും, വാട്ടർ താഴെയായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കെറോസിന് ഡെൻസിറ്റി കുറവാണ്, ഇതിന് ഡെൻസിറ്റി കൂടുതലും. ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. 2 ഇമ്മിസിബിൾ ലിക്വിഡ് ആണ്, ഇമ്മിസിബിൾ ലിക്വിഡ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സെപ്പറേറ്റിംഗ് ഫണൽ. അത് ടെക്സ്റ്റിനകത്തുണ്ട് അതിന്റെ പടം. നമ്മുടെ സ്കൂളിലാണെങ്കിൽ ലാബിലൊക്കെ ഉണ്ടായിരുന്നു കാണിക്കാൻ. ഇവിടെ അതില്ല.
എന്നാൽ ടീച്ചർ ഈ ബോട്ടിൽ ഉപയോഗിച്ച് തന്നെ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് ലിക്വിഡ് നമ്മൾ എടുത്തു, എന്നിട്ട് നമ്മൾ ഇതിന്റെ അടപ്പിലോട്ട് ടീച്ചർ ചെയ്തത് ഒരു ചെറിയ ഹോൾ ഇട്ടു, അടപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ടു. ഇത് നമുക്ക് സെപ്പറേറ്റിംഗ് ഫണലായിട്ട് ഉപയോഗിക്കാം. നോക്കുക, ഒരു ഹോൾ ഇട്ടു. അപ്പോൾ വീണ്ടും ടീച്ചർ ഇങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ ഏത് താഴെ വരും? വാട്ടർ താഴെ വരും, കെറോസിൻ മുകളിൽ വരും. അപ്പൊ ഇവിടെ സാധാരണ കിഴിക്കുമല്ല, താഴെ ഒരു ടാപ്പ് കൊടുത്താൽ മതി. ആ ടാപ്പ് തുറക്കുന്ന ഉടനെ നമുക്ക് ബോട്ടിലോട്ട് വെള്ളം കിട്ടും. കണ്ടോ, വെള്ളം മാത്രമാണ് താഴോട്ട് പോകുന്നത്. അപ്പൊ വെള്ളം മുഴുവൻ ഈ പാത്രത്തിൽ വീണ് കഴിയുന്ന ഉടനെ വീണ്ടും നമ്മൾ താഴോട്ട് സൂക്ഷിച്ചു നോക്കിക്കോണം, താഴെ എത്തും. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ മണ്ണെണ്ണ കുപ്പിക്കകത്തുണ്ട്, വാട്ടർ മാത്രം ഞാൻ ഈ ബോട്ടിലിനകത്ത് കളക്ട് ചെയ്ത്. കണ്ടോ? അപ്പോൾ വീട്ടിൽ എല്ലാവരും ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഒഴുകി വരണമെങ്കിൽ മുകളിൽ ഒരു ചെറിയ ഹോള് കൊടുത്തേക്കണേ. ഹോള് കൊടുത്താൽ മാത്രമേ താഴത്തെ വെള്ളം താഴെ വരുള്ളൂ. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ ഡെൻസിറ്റിയിലാണ് വ്യത്യാസം. ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡിൽ നിന്ന് അതിന്റെ ഘടകങ്ങളെ വേർതിരിക്കാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും വീട്ടിലെ ആക്ടിവിറ്റി ചെയ്യണേ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡൈസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ചായങ്ങള്, കളറുകൾ, ഡിഫറെന്റ് കളേഴ്സ് മിക്സ് ചെയ്ത അതിൽ നിന്ന് അതിന്റെ കമ്പോണൻസിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി പറയട്ടെ. നോക്കുക, ഇത് നമ്മളൊരു ടിഷ്യൂ പേപ്പറിന്റെ, എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പർ എടുക്കുക. ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്റെ ഏറ്റവും താഴേന്ന് അല്പം മുകളിലായിട്ട് നിങ്ങളുടെ സ്കെച്ച് പെന്നോ മാർക്കറോ ഒക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ ഡോട്ട് കൊടുക്കുക. ഒരു ചെറിയ ഡോട്ട് കൊടുക്കുക, മാർക്കറോ ഏതെങ്കിലും ഒരെണ്ണം. എന്നിട്ട് ഇതിന്റെ താഴ്വശം അടിഭാഗം ജസ്റ്റ് വെള്ളത്തിലോട്ടൊന്ന് മുക്കുക. അടിഭാഗം മാത്രമേ മുക്കാവൂ. അല്പസമയം വെയിറ്റ് ചെയ്യുക. അടിഭാഗം മാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് അല്പസമയം വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ ഫിൽറ്റർ പേപ്പറിന്റെ, ടിഷ്യൂ പേപ്പറിന്റെ താഴ്വശമായിരുന്നു വാട്ടറിലോട്ട് മുക്കിയത്. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പറിലോട്ട് ഈ വാട്ടറിന് മുകളിലോട്ട് ഉയരും. ഉയർന്ന ഇങ്കിന്റെ അവിടെ വരെ ചെന്നപ്പോൾ നോക്കിക്കാൻ നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് ആ ഇങ്ക് മാറുന്നത് കാണാം. മഷി ഡിഫറെന്റ് കളേഴ്സ് ആയി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ മാത്രമല്ലേ വെള്ളത്തിൽ മുക്കിയുള്ളൂ, വാട്ടർ അങ്ങനെ മേപ്പോട്ട് പോയെന്ന്. അത് കാപ്പിലറി റൈസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് നിങ്ങൾ 9th ചെല്ലുമ്പോൾ പഠിക്കും. അതായത് ഈ പേപ്പറിൽ ചെറിയ ഹോളുകളുണ്ട്, സുഷിരങ്ങളുണ്ട്, അതിലൂടെ വെള്ളം മുകളിലോട്ട് ഉയരും. അങ്ങനെ ഈ മഷിയിൽ ചെന്നു, ഇങ്കിൽ ചെന്ന് കഴിയുമ്പോൾ എന്താ പറ്റുന്ന അറിയാമോ? ഈ ഇങ്കിനകത്തെ കമ്പോണൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത്രയും ദൂരെ ഇരിക്കുന്നത് കൊണ്ട് കാണുകയില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മതി. പല കളറിൽ ഇത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ചെയ്തത് പിന്നെ നമ്മൾ ഈ പേപ്പർ ഉണക്കിയിട്ട് അതിൽ നിന്ന് സ്ക്രാച്ച് ചെയ്ത് ഈ കളേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇത് ഡിഫറെന്റ് കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ക്രൊമാറ്റോഗ്രഫി എന്ന പേര് പറയുന്നത്. ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ ഈ ആക്ടിവിറ്റി വീട്ടിൽ ചെയ്യുക. ഇവിടെ ക്രൊമാറ്റോഗ്രഫിയുടെ ഡയഗ്രാം ഉണ്ട്, അത് നോക്കിക്കോണം. Chromatography is the method used to separate more than one solute dissolved in the same solvent. This method was first employed for separating colored substances and hence this process is known as chromatography. എവിടൊക്കെ ഉപയോഗിക്കുന്നതോടെ പറയാൻ ടീച്ചറെ? To separate components from dyes, to separate poisonous substances from blood. നമ്മുടെ ബ്ലഡിലൊക്കെ വിഷവസ്തുക്കളൊക്കെ കലരുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിലെ ക്രൊമാറ്റോഗ്രഫി ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം പഠിപ്പിച്ചതൊക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും. എന്നിട്ട് എല്ലാം എടുത്ത് വായിക്കണം. ഈ മെത്തേഡ് എല്ലാം ടെക്സ്റ്റിനകത്ത്, നോട്ട്ബുക്കിനകത്ത് എഴുതി സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.